വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്കിന്ന് ഗോൾഡിന്റെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്ന ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രേക്ക് ഔട്ട് തന്ന ഒരു സ്ട്രക്ചറിനെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ഏരിയനെ മൊത്തമായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ ആണ്. മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ ചെന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നും ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിരുന്നു. അത് പതിയെ പതിയെ മുകളിലോട്ട് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൺ ഡേ ചാർട്ടിലെ പ്രൈസ് ആക്ഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പീരീഡിലാണ്. ഇപ്പോ മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഇപ്പോ നിലവിൽ കാണുന്നുണ്ട്. പക്ഷെ ഈ ആഴ്ച ഉണ്ടാവോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പഠനം നടത്തേണ്ടതുണ്ട്. പഠനം നടത്തിയതിനു ശേഷം നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അനാലിസിസ് കാണുന്ന ഓരോരുത്തരോടും പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ എൻട്രി സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ പോയിന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചാർട്ടിൽ അനാലിസിസ് ചെയ്തിട്ട് സ്വയമായിട്ട് എടുക്കുക. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് അസോസിയേറ്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായ എൻട്രി പോയിന്റുകൾ പ്രവചിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. എനിവേ, നമുക്ക് ഇന്നത്തെ എൻട്രി സാധ്യതകൾ പരിശോധിക്കാൻ ചെറിയ ടൈം ഫ്രെയിമിൽ പോകണം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിൽ ഒന്ന് ബാങ്ക് ഹോളിഡേ ആണ്. ജാപ്പനീസ് ബാങ്ക് ഹോളിഡേ ആണ് വരുന്നത്. പിന്നെ യു.എസ്.യിൽ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നുണ്ട്. ഒന്ന് എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചർ ഇൻഡസ്ട്രി വരുന്നുണ്ട്. അത് ഇന്ത്യൻ സമയം 6 മണിക്കാണ്. രണ്ട് വരുന്നത് ഫെഡ് ചെയർ പവൽ സ്പീച്ച് വരുന്നുണ്ട്. അത് വരുന്നത് ഇന്ത്യൻ സമയം 9:30ക്കാണ്. രണ്ടും പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ യൂഷ്വൽ എഫക്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കുന്ന എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചർ ഇൻഡെക്സിന്റെ ആണ്. അതിൽ നോക്കുന്ന സമയത്ത് യൂഷ്വൽ എഫക്ട് വരുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ വന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് -6 ആണ് പ്രീവിയസ്ലി. ഇപ്പൊ വരുന്നത് ഫോർകാസ്റ്റില് -5.5 ആണ്. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവിടെ 5.5 എന്ന് പറയുന്നത് ഈ പ്രീവിയസിനേക്കാളും കുറവാണെന്ന്. ആക്ച്വലി അതല്ല. മൈനസ് വരുന്ന സമയത്ത് എന്തായിരിക്കണം, താഴോട്ട് വരണം. ഉദാഹരണത്തിന് ഫോർകാസ്റ്റ് വരുന്നത് -5.5 ആണ് എങ്കിൽ പ്രീവിയസിനേക്കാളും നല്ല നിലയെന്നാണ് കാണിക്കുന്നത്. അതുപോലെ റിസൾട്ട് വരുന്ന സമയത്ത് -5.4, 5.3, 5.2, 5.1 ഒക്കെ വരുന്ന സമയത്ത് ആക്ച്വലി അത് നല്ല റിസൾട്ട് ആണ്, മോശം റിസൾട്ട് അല്ല, നെഗറ്റീവ് റിസൾട്ട് അല്ല. അത് ന്യൂസ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം അത് മൈനസിലാണ് കാണിക്കുന്നത്, പ്ലസിലല്ല. അപ്പൊ അതിന് മൈനസിൽ താഴെ ഫിഗർ കിട്ടുമ്പോൾ എല്ലായ്പ്പോഴും അതിന് നല്ലതായിട്ട് ബാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും. അതെല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ച് ആണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 9:30 PM വരുന്നത്. നമുക്കൊരു പ്രീവിയസോ ഫോർകാസ്റ്റോ ഒന്നും നമുക്ക് കിട്ടില്ല. ആക്ച്വലോ പോലും കിട്ടില്ല. അത് റിപ്പോർട്ടായിട്ടാണ് വരിക. ആക്ച്വലി ലൈവ് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിവേ, ഇത്രയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. ന്യൂസ് സമയത്ത് എന്നും പറയുന്നത് പോലെ മാക്സിമം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക. ട്രേഡ് എടുക്കുന്ന ആളുകൾ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. കാരണം ന്യൂസിന്റെ സമയത്ത് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ തന്നെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും അടിക്കുക. ആ ഒരു സമയത്ത് വലിയ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ട്രേഡ് എടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിൽ വൺ ഡേ ക്യാൻഡലിലെ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 അവറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾ ടൈം റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ ഉണ്ട്, അതിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ആയി കയറിപ്പോയ ഏരിയ, ഇതാണ് ബ്രേക്ക് ആയി കയറിപ്പോയ ഏരിയ, അതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഈ രണ്ട് ഏരിയയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലേക്ക് സാധ്യത കൂടുതലാണ്. പക്ഷെ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആവുകയും ചെയ്യും. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ട് എൻട്രി സാധ്യതയെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. 1 അവറിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിലോട്ട് പോയതിനു ശേഷം റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നമുക്ക് നോക്കാം. 1 അവറിന്റെ സപ്പോർട്ടായിട്ട് ഈ ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഏരിയ മാർക്ക് ചെയ്യുന്നത് നമുക്ക് 50 മിനിറ്റ്സിൽ എന്തെങ്കിലും എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓൾറെഡി 4 അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ മുകളിൽ ഉള്ളത് കൊണ്ട് 1 അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നില്ല. 4 അവറിന്റെയും 1 അവറിന്റെയും ഒന്ന് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് എൻട്രി സാധ്യത എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി 50 മിനിറ്റ്സിലോട്ട് പോവാം. അതിനു മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം.
50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്തും ക്ലിയർ ആയിട്ട് നമുക്കൊരു സ്ട്രക്ചറൽ ചേഞ്ച് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. മോളിലോട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ട് മോളിലോട്ട് പോയി കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു സർക്കിള് ഏറെക്കുറെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി താഴോട്ടേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇവിടെ നിന്നും മറ്റൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റും കൂടി താഴോട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്കിപ്പോ കൃത്യമായിട്ടൊരു എൻട്രി ഇപ്പൊ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മുകളിലേക്കും താഴോട്ടേക്കും വന്നിട്ടുണ്ട്. ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി 50 മിനിറ്റ്സിൽ തൽക്കാലം എൻട്രി ഇപ്പൊ നോക്കുന്നില്ല. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് 5 മിനിറ്റ്സ്, 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ്, 1 മിനിറ്റിലൊക്കെ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. അത് ട്രേഡ്‌വുഡിന്റെ സ്വന്തം സ്ട്രാറ്റജി വെച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ ട്രേഡ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതുപോലെ അത്യാവശ്യം മോശമില്ലാതെ റിസ്ക് റിവാർഡും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ മാസം ജൂലൈ 27-ന് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രേഡ്‌വുഡിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയോ ആവാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. നോക്കിയും കണ്ടും എല്ലാവരും ട്രേഡ് ചെയ്യുക. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക.